കനത്ത മഴയിൽ യമുന നദി കരകവിഞ്ഞതോടെ ഡൽഹിയിലെ പല മേഖലകളിലും വെള്ളപ്പൊക്കം. മയൂർ വിഹാറിൽ ദുരിതാശ്വാസ ക്യാമ്പിലടക്കം വെള്ളം കയറി. അസാധാരണ പ്രളയമാണ് ഉത്തരേന്ത്യയിൽ ഉണ്ടായത് എന്ന് നിരീക്ഷിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അനധികൃത മരം മുറി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനങ്ങളോടും ദേശീയപാത അതോറിറ്റിയോടും ആവശ്യപ്പെട്ടു. ഡൽഹി യമുന തീരത്ത് നിന്ന് അനൂപ് ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഡൽഹി UP ദേശീയപാതയാണ് ഈ കടന്നു പോകുന്നത്. ഈ പാലത്തിന് താഴെ ആളുകൾ വന്ന് താമസിക്കാനുള്ള കാരണം ഇവർ ജീവിച്ചിരുന്ന പ്രദേശമാകെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ വെള്ളം ഈ മയൂർ വിഹാറിലെ യമുന നദി കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രളയജലം കയറി വരില്ല, മഴ പെയ്താൽ നനയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആളുകൾ ഈ പാലത്തിനടിയിലും റോഡിന് സമീപത്തുമൊക്കെ താമസിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഇവരൊക്കെ ഇങ്ങനെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ അവിടെയും വെള്ളം കയറുന്ന അവസ്ഥ വന്നതോടുകൂടി പാലത്തിനടിയിലേക്കും റോഡിൻ്റെ വശത്തേക്കുമൊക്കെ മാറേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയി. എല്ലാ വർഷവും ഇങ്ങനെ മാറേണ്ടി വരുമെങ്കിലും ഈ വർഷത്തെ പോലെ ഇത്രയധികം നീണ്ട കാലയളവ് മാറി നിൽക്കേണ്ട അവസ്ഥ ഇവർക്ക് വന്നിട്ടില്ല. ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ കുറേ പ്രയാസങ്ങൾ പറയുന്നുണ്ട്. അവരുടെ കൃഷി നശിച്ചു, അതല്ലെങ്കിൽ വീടൊക്കെ വെള്ളം മുങ്ങിപ്പോയി എന്നത് മാത്രമല്ല ഇവിടെയും സൗകര്യങ്ങൾ കുറവ് എന്നുള്ളതാണ്. എന്തായാലും 1978 ശേഷം കണ്ട വലിയ പ്രളയങ്ങളിലൊന്നാണ് ഡൽഹിയിലെ ഈ യമുന നദീതീരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ തന്നെ തെരുവിലേക്ക് മാറേണ്ടി വരുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ ആകെ പ്രയാസമാണ്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയാണ് യമുന നദിയിലെ സ്ഥിതി ഇങ്ങനെയാക്കിയത്. വരും ദിവസങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടുമെന്നും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി അത് വൃത്തിയാക്കി അവിടെ തന്നെ താമസിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. വൈശാഖ് ജപാലിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.